ബോറടിക്കുന്നു തോന്നുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒരു റൈഡ് പോയാലോ? തീർച്ചയായും, വാ നമുക്ക് പോവാം. ബേവർലി ഹിൽസ് സുന്ദരികൾ ടേക്ക് 1. അവരെന്താ ഇനിയും വരാത്ത? എന്താ സംഭവിക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. ആ ബെവർലി ഹിൽസിൽ നടക്കാൻ പോകുന്ന മത്സരത്തിൽ നമ്മൾ 3 പേര് പങ്കെടുക്കാൻ പോവുകയാണ്. എന്താ പറയുന്നത്? ഞങ്ങളോട് ചോദിക്കാതെ എന്തിനാ ഇത്രയും മണ്ടത്തരമായ ഒരു റിയാലിറ്റി ഷോയ്ക്ക് നീ സമ്മതിച്ചത്? എല്ലാ ഗ്ലാമർ ഷോ ഒന്നും അത്രയ്ക്ക് മോശമല്ല സാം. ഇതൊരു പോപ്പുലർ ടെലിവിഷൻ പ്രോഗ്രാമാ. നമ്മളും പ്രശസ്തരാവാൻ പോവാണ്. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. എന്റെ പ്രൈവസി അതുകൊണ്ട് നഷ്ടപ്പെടും. വഴക്കോ? ഇതെനിക്ക് ഇഷ്ടമാണ്. സുന്ദരികൾക്ക് ഇത് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്താ നിങ്ങൾ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പോവുകയാണോ? പക്ഷെ ഞാൻ ഇനി മേക്കപ്പ് ഇട്ടിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഞങ്ങൾക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നമ്മൾ എങ്ങനെയാണ് ആ ഷോയിൽ പങ്കെടുക്കുക? നമ്മൾ സ്പൈസ് അല്ലേ, നിനക്ക് അറിയാവുന്നതല്ലേ ഈ കാര്യമൊക്കെ? അത് പിന്നെ വലിയ കാര്യമാണോ? ആ സ്പൈ ജോലി കുറച്ചു ദിവസം മാറ്റി വെച്ചാ പോലെ. ഏയ്, ആ ഗേൾസ് എല്ലാം എവിടേക്കാ പോയത്? ഞാൻ നിന്നോട് കോഫി ചോദിച്ചിട്ട് കുറെ നേരമായി. ഗുഡ് മോർണിംഗ് ഗേൾസ്. രാവിലെ ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. നിങ്ങൾ എന്നെ ശല്യം ചെയ്തത് ഈ ക്ലോവറാണ് ഞങ്ങളെ ശല്യം ചെയ്തത്. അതെ, ആദ്യമായിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഞാൻ സന്തോഷിക്കുന്നത്. ഞങ്ങളുടെ ടിവി ക്യാമറയിൽ നിന്ന് രക്ഷപ്പെട്ട ഇങ്ങോട്ട് വന്നത്. അത് പിന്നെ ഇവള് പൈജാമ ഇട്ടപ്പോ അവര് കയറി വന്നതിനെ കുറിച്ചാ പറഞ്ഞത്. നീ അത്രയൊന്നും പറയണ്ട. കണ്ടില്ലേ ഞാൻ ടവൽ ധരിച്ച് മാത്രം നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, എന്താ ഇതൊക്കെ? ഈ ഗ്ലാമർ ദിവസം കുറച്ച് ഗ്ലാമർ കുറഞ്ഞു തുടങ്ങിപ്പോയി. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. നമ്മള് പ്രശസ്തരായാൽ പിന്നെ നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കേ ഓക്കേ ഗേൾസ്, നമുക്കിപ്പോ കാര്യത്തിലേക്ക് കടക്കാം. ടൊറാന്റോയിലെ ജനങ്ങൾ കാണാതായിക്കൊണ്ടേയിരിക്കുന്നു. താങ്ക്സ് ജെറി, വളരെ എളുപ്പമുള്ള കാര്യം. അതെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ 10 പേരാണ് കാണാതെ പോയിരിക്കുന്നത്. നമ്മൾ ആ ജനങ്ങളോട് ചോദിക്കണമെങ്കിൽ കാണാതെ പോയവർ എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ അല്ലേ? എന്താ ഇത് നല്ല ഐഡിയ ആണ് സാം. ആ കാര്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. വാവ്, നിങ്ങളുടെ പുതിയ അസിസ്റ്റന്റ് എന്തായാലും നല്ല ടാലന്റഡാ. അതെ അതെ, അത് നമുക്ക് ആവശ്യമാണ്. നമുക്കിപ്പോ കാര്യത്തിലേക്ക് കടക്കാം. അവിടെയുള്ള വീടുകളൊക്കെ ടൊർണട്ടോ ബീച്ചിൽ നിന്നും 2 മൈൽ അകലെയാ ഉള്ളത്. ടൊറന്റോയോ? അതെന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടെയുള്ള വലിയ തടാകത്തിലേക്ക് നിങ്ങൾ പോകണം. അതൊന്നല്ല, അവിടെ അടിപൊളി പെപ്പർ സൂപ്പ് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ഗാഡ്ജറ്റ്സ്, വളരെ പുതുമയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ഒരു സാധാരണ ഗ്ലാസ് അല്ല. ഇതിൽ കൂടി നിങ്ങൾക്ക് പലതും കാണാൻ സാധിക്കും. അടുത്ത ടാറ്റൂസ്. വേണ്ട ജെറി, ഇങ്ങനെ കയ്യിൽ ടാറ്റു ഇടുന്നതൊക്കെ പഴയ ഫാഷനാ. അത് ഞാൻ നോക്കിക്കോളാം. ഗുഡ് ലക്ക് ഗേൾസ്. ഇത് കണ്ടിട്ട് പിശാശിന്റെ ഭൂമി പോലെയാ ഉള്ളത്. റോഡില് കച്ചറയില്ലാത്ത വേറെ ഒന്നും തന്നെ കാണുന്നില്ല. കൊള്ളാം, ഈ ഗോസ്റ്റ് ടൗൺ എന്തായാലും നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും. അതാണ് ഈ ഉത്സവം. വളരെ അതിശയം തന്നെ. ഈ പ്രദേശത്ത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഉത്സവം ആഘോഷിക്കാനുള്ള അനുവാദം കൊടുത്തതായിട്ടുള്ള തെളിവുകളേ ഇല്ല. എങ്കിൽ നമുക്ക് താഴെ ചെന്ന് ശ്രദ്ധിച്ചു നോക്കാം.
അവരുടെ ജോലിക്കാരി മണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ ഈ കാർണിവൽ ബ്ലഡ് ഈ നാട് വിട്ട് കാണും. ഇതിൽ ഏതാന്ന് എനിക്കൊന്നും അറിയില്ല. ഇങ്ങോട്ട് നോക്ക്. നിന്റെ കൈ ഉണ്ടല്ലേ, അത് ഭയങ്കരമായ ഒരു ക്ലോനെ പോലെ ഉണ്ട്. കണ്ടാ, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ കാർണിവൽ ഒന്നും ഇഷ്ടമല്ലാത്ത. കണ്ടില്ലേ, കണ്ണാടി പോലും ഭ്രാന്ത് പിടിച്ച് നടക്കാം. ഞാൻ ഇപ്പൊ തന്നെ ഇത് ജെറിക്ക് അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറയാം. നമുക്ക് സ്കൂളിലേക്ക് പോകാൻ സമയമായി. ഇനി 20 മിനിറ്റേ ഉള്ളൂ ബെല്ലടിക്കാൻ. ഇങ്ങനെയുള്ള എന്റെ കൈ കൊണ്ട് ഞാൻ എങ്ങനെ സ്കൂളിൽ പോകാനാ? കൂടാതെ ഇവളുടെ TV ഷോക്കാരെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. വിഷമിക്കണ്ട സാം, എന്തെങ്കിലും ഉപായം ഉണ്ടാക്കാം. നിന്റെ കൈ ഇപ്പൊ എങ്ങനെയുണ്ട് സാം? ഞാൻ നന്നായി ഇരിക്കുന്നേ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. സാം, ഞാൻ നിനക്കുള്ള ഉപായം കണ്ടുപിടിച്ചു. ഓ, നീ ഇതാണോ കണ്ടുപിടിച്ചത്? നോക്കൂ, എന്റെ കൈ എത്ര വൃത്തികേടായാലും സാരമില്ല, ഇതൊന്നും ഞാൻ ധരിക്കുകയില്ല കേട്ടോ. സാം, നീ ഇപ്പൊ ആ ഗ്ലൗ ഇട്ടെന്നെ പറ്റൂ. വേഗം താ. ഒരു പുതിയ ഫാഷൻ ട്രെൻഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സ്കൂള് മാറ്റേണ്ടത് ആവശ്യം. റെഡി, ആക്ഷൻ. ഹായ്, എന്റെ പേരാണ് ക്ലോവർ. എന്റെ ഫ്രണ്ട്സ് എന്നെ സുന്ദരി എന്ന് വിളിക്കാറ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടുന്ന് എന്നോട് പുറത്തു പോകാനാ പറയാറ്. ഇങ്ങോട്ട് നോക്കൂ, അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബ്രിവർലി ഗ്ലാമർ ഗേൾസ് ഒന്നും ചെയ്യാൻ സാധിക്കാനാവാതെ ബുദ്ധിഭ്രമം പിടിച്ചതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്താ അസൂയ തോന്നുന്നുണ്ടോ മാൻഡി? അസൂയ മൂത്ത് നിന്റെ നിറം തന്നെ മാറിയിട്ടുണ്ടല്ലോ. എന്തായാലും കുഴപ്പമില്ല. ഏയ്, എന്താ അവിടെ ഒരു ശബ്ദം? അത് ഞങ്ങളുടെ കാർപ്പറ്റ് അലാറമാണ്. അതെ, ഞങ്ങളുടെ നെറ്റ് ഷൈൻ ആവുമ്പോ ആ അലരം തന്നെ അടിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഗേൾസ്. ആ മിറർ എന്തുകൊണ്ടാണ് എന്റെ കൈ ഈ രീതിയിലാക്കിയതെന്ന് കണ്ടുപിടിച്ചോ? ഇതുവരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബ്രേസിലിൽ മറ്റൊരു കാർണിവൽ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഒന്ന് വിഷമിക്കണ്ട. ഗുഡ് ലക്ക്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ബ്രേസിൽ പോണെങ്കിൽ നമ്മൾ ഹാൻഡ്സ് ക്രോസ് ചെയ്തേ പറ്റൂ. അവിടെ ഉത്സവ ഭ്രാന്തമാരാ വരുന്നത്. ആലോചന കൊള്ളാം അലക്സ്. എന്റെ ഷൂ കളക്ഷൻസിലുള്ള ഒരു ഷൂവും ഇത്ര പൊക്കത്തിലുണ്ടാവില്ല. വളരെ അതിശയം തന്നെ. നമ്മൾ ഇതിനകത്ത് അകപ്പെട്ടത് കൊണ്ട് ഇട്ടേച്ച് പോവാനും തോന്നുന്നില്ല. ഈ കാർണിവൽ ഡൈ ബ്ലൂ ഒരുപാട് ദിവസങ്ങളായിട്ട് ഉണ്ടെന്നാ തോന്നുന്നത്. എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ. എന്നെ രക്ഷിക്കൂ. അവിടെ നിന്നേ. വേഗം വാ. ഞാൻ വന്നോണ്ടിരിക്കുവാ. എന്നെ കൊണ്ട് ഇതൊന്നും സഹിക്കാനാവുന്നില്ല. ക്രിസ്മസ് ടൈൽസ്, എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നിങ്ങളിത് ശ്രദ്ധിച്ചോ? ഒരു പീസ് കാണുന്നില്ല. ചിലപ്പോ ഈ കണ്ണാടി കഷ്ണമായിരിക്കും നമ്മൾ അവിടെ കണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും വേണ്ട. ആ വലിയ കണ്ണാടി നിന്നെ നന്നായി മാറ്റാൻ ശ്രമിച്ചത് നീ മറന്നുപോയോ? നിങ്ങൾ തീർച്ചയായും ഈ റൈഡ് ശരിക്കും എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇത് തീർച്ചയായും നിങ്ങൾക്കുള്ള അവസാന യാത്രയായിരിക്കും. ഇതൊരു ഭ്രാന്തന്റെ വാക്കാണോ അതോ നമ്മൾ തെറ്റിദ്ധരിച്ചതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ബാല്യത്തിൽ എല്ലാരും എന്നെ ഓക്ടോപസ് ബോയ് എന്നാണ് വിളിക്കുന്നത്. ഏയ്, താൻ ആ പോസ്റ്ററിലുണ്ടായ
ചെറുക്കനല്ലേ? ഇതിന് ഇത്ര കൈയുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ആരാ നിങ്ങളുടെ ടൈലർ? ഞാൻ സമൂഹത്തിൽ വളരെ ഉയർന്ന കുടുംബത്തിൽ നിന്ന് വന്നവനാണ്. ഈ ഉത്സവം കാരണം എന്റെ എല്ലാ മര്യാദകളും നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ എല്ലാം മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ റൈഡ് എന്റെ കണ്ണാടി ഹാളിന്റെ മുന്നിൽ വെച്ച് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളും എന്നെ പോലെ രൗദ്ര സ്വഭാവത്തിലാകാൻ പോവുകയാണ്. നമ്മൾ എല്ലാരും ചേർന്ന് ഈ ഭൂമിയിൽ ഒരു മനോഹരമായ ഷോ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയേ, എന്റെ മുഖം മൊത്തത്തിൽ മാറിയിരിക്കുക. നീ എന്നെ പോലെ ആയില്ലല്ലോ എന്ന് സന്തോഷിക്ക്. ബിവർലി ഹിൽസിലുള്ള മൊത്തം മനുഷ്യന്മാരും ചേർന്ന് എന്റെ ഈ തുമ്പിക്ക എടുത്ത് മാറ്റേണ്ട. വിഷമിക്കണ്ട കൂട്ടുകാരെ, നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട്. അവളെ വെറുതെ വിടാൻ പാടില്ല. എനിക്ക് കിട്ടിപ്പോയി. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അല്ല, നീ എന്നോട് ക്ഷമിക്ക്. അയ്യോ, നീ എന്നെ ഇങ്ങനെ വലിച്ചു മുറുക്കല്ലേ. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കും. നീ എന്നെ വിടുകയാണെങ്കിൽ ഞാനും നിന്നെ വിടാം. ആരെങ്കിലും സഹായം അന്വേഷിച്ച് ഞാൻ ഇപ്പൊ തന്നെ മടങ്ങി വരാം. ലാബിൽ നിന്നുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. ആ ക്യൂറിയൽ കോമ്പൗണ്ട് ഒരാളുടെ DNA തന്നെ മാറ്റാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് ആ റിംഗ് മാസ്റ്റർ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യരെ മാറ്റിക്കൊണ്ടിരിക്കുന്നതല്ലേ? അങ്ങനെയും പറയാം. എന്റെ കൈയാണ് തുടക്കമിട്ടത്. ക്ലോവറും അലക്സും ബിവർലി ഹിൽസിൽ ഉണ്ടാവുന്നതിന് പകരം സൂവിൽ കാണാനാണ് സാധ്യത ഏറെയുള്ളത്. ഇത് വളരെ മോശമായിട്ടുള്ള വാർത്തയാണല്ലോ. നല്ലില്ലല്ലേ? ആ ഉത്സവം കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഞാൻ ഇത് എങ്ങനെ സഹായിക്കാം? The henna has that rules. അവരകത്തുണ്ടാവും. ആരും കാണാതെ അവരുടെ അടുത്ത് എങ്ങനെയാ എത്തുക? എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് കുറച്ച് കൂടി പോയി. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ മീനായിരിക്കാം, പക്ഷെ എനിക്കും അവകാശമുണ്ട്. മര്യാദയ്ക്ക് എന്നെ പുറത്തേക്ക് അഴിച്ചുവിട്. അത് നടക്കില്ല. പിന്നെ എല്ലാവർക്കും ഷോ ബിസിനസ്സിൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകില്ലേ? ഒരു കാര്യം പറയട്ടെ, ഞാൻ ഓൾറെഡി ഷോ ബിസിനസ്സിലുണ്ട്. ഞാനാണ് ബിവർലി ഹിൽസിന്റെ ഗ്ലാമർ ഗേൾ. എന്താ അറിയില്ലല്ലോ. കലക്കി സാം, നീയും ആ കോർണിവലിൽ പങ്കെടുക്കാമായിരുന്നു. ശരിയാണോ? എനിക്ക് എപ്പോഴും ട്രപ്പീസ് നൃത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഹലോ, ഞങ്ങള് കൂട്ടിന്റെ അകത്താ. നിന്റെ വിദ്യനെ കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞതാ. ക്ഷമിക്കണേ. ഇതെന്റെ കടമയാണ്. നമ്മുടെ പണി മുഴുവനായിട്ടില്ല. അയാളെ കുറിച്ച് കൂടുതൽ വിവരം എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ? അതെന്തിനാ ചോദിക്കുന്ന? ആ റിംഗ് മാസ്റ്ററിന് എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട്. ഇത് അത്രയ്ക്ക് നല്ലതൊന്നും അല്ലല്ലോ. ഇത് മോശമായിക്കൊണ്ടിരിക്കുക. ഈ സ്ഥലം പൊളിയാൻ തുടങ്ങിയിരിക്കുക. മൂർഖമായ കാർണിവൽ റൈഡിന് പോലെയുണ്ട്. കുറച്ച് സമയം കൊണ്ട് ഈ കാഴ്ചക്കാരെ എല്ലാം അയാൾ മാറ്റി മറിച്ചു കളയും. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ ഒരിക്കലും
ഉച്ച സമയത്ത് പാരീസിലേക്ക് ഒരു ട്രിപ്പ് വന്നാൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ കാസ്റ്റ്യൂം ഒക്കെ എവിടെയാണ്? ഒരു മിനിറ്റ് നിൽക്കണ, ഞാൻ ഇപ്പൊ എത്താം. ശരി, അത് ഇത് പറ. ഹാൻസിന് നമ്മളുള്ള സ്ഥലം എങ്ങനെയാ അറിഞ്ഞത്? അത് യാദൃശികമായി നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? തീർച്ചയായും. ശരി ശരി, ഞാൻ തന്നെ പറയാ. ഞാൻ അവരെ വിളിച്ചത് ഒന്ന് സ്റ്റാർ ആവാന്ന് വിചാരിച്ചു. സ്റ്റാറോ? നിന്റെ മോന്ത കണ്ടാൽ ആനയെ പോലെയുണ്ട്, പിന്നെ എങ്ങനെ സ്റ്റാർ ആവാ? അത് പിന്നെ അവര് വരുന്നതൊക്കെ ശരിയാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അതിനൊന്നും സമയമില്ല. വേഗം നമുക്ക് അവരെല്ലാം രക്ഷിക്കണം. തടയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം പവർ കട്ട് ചെയ്യണം. ഞാൻ മെയിൻ ബോക്സിനെ കണ്ടുപിടിച്ചു. ഇത് പഴയതാ. എന്നെ ഒന്ന് സഹായിക്കാമോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ആ ഗേൾസ് ഒക്കെ എവിടേക്കാണ് പോയത്? ആ റിംഗ് മാസ്റ്ററിന് കുറെ പവേഴ്സ് ഉണ്ട് കേട്ടോ. തീർച്ചയായും എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയാൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നുണ്ടോ? എന്താ വിടാത്ത? ഉറപ്പായിട്ട് അത് ഞങ്ങളുടെ ജോലി എളുപ്പമാക്കും. നമുക്കിപ്പോ സമയമില്ല അലക്സ്. ക്ലോവർ, നീ പോയി ആ റൈഡ് നിർത്ത്. ടിവി ഷോക്കാരെ തടയണം. ഞാൻ ശ്രദ്ധിച്ചോളാം. Done. ഓക്കേ, നമ്മൾ നേരത്തെ ഈ റൈഡ് തടയാൻ നോക്കിയതാ, പക്ഷെ കഴിഞ്ഞില്ല. ഇപ്പൊ ഈ കണ്ണാടി തടഞ്ഞെങ്കിൽ നീ എന്റെ ഷോയിൽ തീർച്ചയായും പങ്കെടുക്കണം. എനിക്കറിയാം നിനക്കിത് വളരെ ഇഷ്ടപ്പെടും. അതൊന്നും സാരമില്ലെന്നേ. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയേ അല്ല. ഈ കണ്ണാടി സോണി ഡിസ് ഇൻഡിക്കേറ്റർ ബൂ ബോക്സിന്റെ പ്രവർത്തനം നീ ഇപ്പൊ കാണാൻ പോകുന്നു. ഇനി നിന്നെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഏയ്, എവിടേക്കാ നീ പോകുന്നത്? ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവസാനം നമ്മൾ ഇവരെ എല്ലാവരെയും രക്ഷിച്ചു അല്ലേ? അല്ല, ക്ലോവറിന് ഹാൻസിന് എന്തെങ്കിലും സംഭവിച്ചോ? അത് പിന്നെ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഇതുപോലെ ഒരു ഉത്സവത്തിൽ പങ്കെടുത്താണ് ഞാൻ പ്രൈസ് വിൻ ചെയ്തത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ലോകം തന്നെ നല്ല സുന്ദരമായ സ്ഥലമായി മാറ്റാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണോന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഈ ആനയുടെ കോസ്റ്റ്യൂം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് സമാധാനിക്കൂ ഹാൻസ്, അത് ഞാൻ പിന്നെ പറയാം. അല്ല പിന്നെ ഞാനിപ്പോ എന്ത് പറയായിരുന്നു? പിന്നെ ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ വേറൊരു മത്സരത്തിൽ പങ്കെടുത്തു. ഹാൻസിൽ അയാൾ സ്വയം ഒഴിഞ്ഞു മാറിക്കൊള്ളൂന്നേ. ക്ലോവറിനെ എതിരായിട്ടോ? അതൊരിക്കലും പറ്റില്ല. വളരെ നല്ല ജോലി നിങ്ങൾ ചെയ്തു. ഞാൻ പിന്നീട് വന്ന് നിങ്ങളെ കണ്ടോളാം. ഞാനും സാമും പിന്നെ വന്ന് കണ്ടോളാം. പക്ഷെ ക്ലോവർ ഇപ്പൊ ഒന്നും വരില്ല കേട്ടോ. സാം, ഇതാ ഫ്രഷ് പോപ്കോൺ പിന്നെ ബട്ടർ സോസ്. ഇത് നല്ല തമാശ തന്നെയാ. ഹോപ്പിന്റെ സയന്റിസ്റ്റ് എല്ലാവരെയും പഴയതുപോലെ മാറ്റി കഴിഞ്ഞു. എന്റെ സ്കിൻ പഴയതുപോലെ ആകാൻ ഇനി ഒരാഴ്ച പിടിക്കുന്ന തോന്നുന്നത്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയണ്ട. ഇത് ഗ്ലാമർ ടൈം. ഈ ആഴ്ചയിലെ വളരെ സുന്ദരിയായ പെൺകുട്ടി മാഗിയാണ്. നിങ്ങൾ വിളിക്കുന്ന ആൾ പരിധിക്ക് പുറത്താണ്. ഈ ഹാൻസിന്റെ കാര്യം നോക്ക്, എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൻ എന്താ നമ്മളെയൊക്കെ വിട്ടിട്ട് മാൻഡിയെ സെലക്ട് ചെയ്തത്? നമുക്കിത് സമ്മതിക്കാന്നേ. ഹാൻസിന് വേണ്ടത് ഒരു സ്റ്റാർ ആണ്. നമുക്ക് വേറെ പണിയുണ്ടല്ലോ, ഇന്റർനാഷണൽ സ്പൈസ്. ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ, ഇത്തിരി സുന്ദരമായ മുടിയും സൗന്ദര്യം എനിക്ക് ഉള്ളത് കൊണ്ട് തീർച്ചയായും ടിവി ഷോയിൽ വരാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്റെ ഡയലോഗ് ആയിരുന്നു. നിങ്ങൾക്ക് മെസ്സേജ് കൊടുക്കാവുന്നതാണ്.
ഇന്നലത്തെ വാർത്തയാണ് പ്രധാന വാർത്ത.